ഇന്നത്തെ നമ്മുടെ വളരെ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അമ്പലത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അതേ രുചിയിൽ ചെയ്യുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതും നമുക്കെല്ലാവർക്കും കഴിക്കാൻ ഒത്തിരി ഇഷ്ടമായിട്ടുള്ള ആ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പഴമാണ്. അപ്പോൾ പാളയംകോടൻ പഴം, നമ്മുടെ ഞാലിപ്പൂവൻ, അതുപോലെ തന്നെ കദളിപ്പഴമൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും രുചി ഉണ്ടാവുക. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന റോബസ്റ്റ പഴത്തിൻ്റെയൊക്കെ രുചിയുള്ള ഒരു പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് ഉടച്ചെടുക്കണം. സാധാരണ നമ്മൾ പഴമൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ മിക്സിയിലൊക്കെ അരച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അമ്പലത്തിലൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ കൈകൊണ്ട് ഉടച്ചെടുത്ത് ചെയ്യുമ്പോഴുള്ള ആ ഒരു രുചി വരെ തന്നെയാണ്. നമ്മളെല്ലാം മിക്സിയിലിട്ട് അരക്കുന്നതിനേക്കാളും കൈകൊണ്ട് ഉടച്ചെടുത്തിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഈ മുഴുവൻ പഴവും മാക്സിമം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ വേണമെന്നാണെങ്കിൽ മാത്രം മിക്സിയിൽ അരച്ചാൽ മതി. ഞാനിന്ന് കൈകൊണ്ട് തന്നെയാണ് ഉടച്ചെടുത്ത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. പഴം ഉടച്ചെടുക്കുന്ന അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് അവലാണ്. അപ്പോൾ അവൽ നമ്മൾ മട്ട അവലാണ് എടുക്കുന്നത്, ചുവന്ന അവലാണ് എടുക്കുന്നത്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ചുവന്ന അവൽ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറിലധികം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂർ തുടങ്ങി 1 മണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിർത്തി വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഞാനൊരു 35-40 മിനിറ്റിനടുത്ത് കുതിർത്തിയെടുത്തിട്ടുള്ള അവലാണ്. നമ്മൾ പഴം ഉടച്ചതിന് ശേഷം ഈ അവൽ മുഴുവനായിട്ട് ഇതിനകത്തോട്ടേക്ക് ആഡ് ചെയ്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ. അവലും നമ്മൾ പെട്ടെന്ന് കൈകൊണ്ട് തന്നെ ആ ഒരു കുഴച്ചെടുക്കുമ്പോൾ റെഡിയായി കിട്ടും. വെള്ള അവൽ വെച്ച് ഈ ഒരു റെസിപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ മാക്സിമം ഈ ഒരു അവൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നമുക്കിതിലോട്ടേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ പത്തിരിപ്പൊടിയോ നമ്മൾ ഇടിയപ്പത്തിൻ്റെ പൊടിയോ ഒക്കെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുക്കാത്ത പൊടിയാണ്. നമ്മൾ സാധാരണ പാക്കറ്റിൽ വാങ്ങിക്കുന്ന ഡബിൾ ഹോഴ്സിൻ്റെയും നെല്ലറയുടെയൊക്കെ പൊടിയുണ്ടല്ലോ, അതുപോലെയുള്ള പൊടി തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി പച്ചരി പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി കയ്യിലുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം നമ്മൾ നന്നായിട്ട് ഈ പഴവും അവലൊക്കെ ഈ അരിപ്പൊടിയായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അരിപ്പൊടിയുടെ അളവ് എന്ന് പറയുന്നത് 1.5 കപ്പ് അരിപ്പൊടിയാണ്. 1.5 കപ്പ് അരിപ്പൊടിക്ക് നമ്മൾ 1.5 കപ്പിലെ അളവിൽ തന്നെ ശർക്കര ഒന്ന് പൊടിച്ച് അളന്നെടുത്താൽ മതി. ഏത് കപ്പാണോ ഏത് ഗ്ലാസ് ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതേ കപ്പിൽ തന്നെ 2 അളവും എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അരിപ്പൊടി ഇപ്പോൾ നിങ്ങൾ 1.5 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ശർക്കര ഒന്ന് പൊടിച്ചിട്ട് അതിന് കണക്കായിട്ട് 1.5 ഗ്ലാസ് ശർക്കര എടുക്കുക. ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ ഒരു 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ അരിപ്പൊടിയിലോട്ടേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നല്ല കളറുള്ള ശർക്കര ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ആ ഒരു യെല്ലോ കളറുള്ള ശർക്കര ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റായിട്ട് നമുക്ക് കാണാൻ ആ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇനി നമ്മൾ ഒരുമിച്ചിട്ട് ശർക്കരപ്പാനി ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളിതിൻ്റെ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് മാവ് ഒത്തിരി ലൂസായി പോകാനും പാടില്ല, മാവ് ഭയങ്കരമായിട്ട് അങ്ങ് കുറുകിയിരിക്കാനും പാടില്ല. പെട്ടെന്ന് അപ്പം പൊട്ടിപ്പോകാനും അപ്പം ചെതറിപ്പോകുന്നത് പോലെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാവ് അരിപ്പൊടിയിലോട്ടേക്ക് ശർക്കരപ്പാനി നോക്കി ഒഴിച്ചു കൊടുക്കുക. മുഴുവൻ ശർക്കരപ്പാനി ഒഴിച്ചിട്ടും മാവ് നല്ല കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ ചൂടാറിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ ശർക്കരപ്പാനി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിനകത്ത് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നത് വെളിച്ചെണ്ണയിലല്ല, നെയ്യ് ഒഴിച്ചിട്ട് നെയ്ക്കകത്തിട്ടിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ കാര്യമാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്ന ഈ നെയ്യുണ്ടല്ലോ, ഈ നെയ്യ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ 1.5 കപ്പ് അരിപ്പൊടിക്കുള്ള മുഴുവൻ അപ്പവും ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം പിന്നീട് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ നെയ്യ് ബാക്കി ഉണ്ടാവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഏകദേശം ആ ഒരു അളവ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം, നെയ്യ് നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രം കൈകൊണ്ട് നുള്ളിയിട്ടിട്ടോ അല്ലെങ്കിൽ സ്പൂണ് കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു 1/4 ഭാഗം വരുന്ന രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് ഇത് റെഡിയായി കിട്ടും കേട്ടോ. പിന്നെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലിടരുത്. അങ്ങനെ ആകുമ്പോൾ ഉൾഭാഗം വേവാതെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇതിപ്പോൾ മുഴുവൻ റെഡിയായിട്ടുണ്ട്.
അപ്പോൾ ഞാനൊന്ന് അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റാണ്. പിന്നെ ഈ ഒരു ഉണ്ണിയപ്പം എന്ന് പറയുന്നത് ചൂടോടെയല്ല, ഒന്ന് ചൂടാറി നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം കഴിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ നെയ്യുടെ രുചിയും പഴത്തിൻ്റെ അവലിൻ്റെ ഒക്കെ കൂടിയുള്ള ആ ഒരു ഫ്ലേവറൊക്കെ ആയിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ അമ്പലങ്ങളിൽ നിന്നൊക്കെ പ്രസാദമായിട്ട് നമുക്ക് കിട്ടുന്ന ഉണ്ണിയപ്പത്തിന് എന്തായാലും വേറെ തന്നെ ഒരു രുചിയാണല്ലേ. അപ്പോൾ അത് നമുക്ക് എന്തായാലും പറ്റില്ലെങ്കിലും ഓൾമോസ്റ്റ് അതേ രുചിയിൽ നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.